നിങ്ങൾ 2.5 മണിക്കൂറുള്ള ഒരു സിനിമ കാണാൻ പോയിട്ട് നിങ്ങളെ സീറ്റിൽ നിന്ന് അനങ്ങാൻ പോലും വിടാതെ നിങ്ങളെ തരിപ്പിച്ചിരുത്തുന്ന ഒരു സിനിമ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പോയി കണ്ടൊരു സിനിമയാണ് DC. അരുൺ മാധേശ്വരൻ സംവിധാനം ചെയ്ത് ലോകേഷ് കനകരാജ് പ്രധാന കഥാപാത്രമായി എത്തുന്ന സിനിമയാണ് DC. അരുൺ മാധേശ്വരൻ സിനിമയുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്, വല്ലാതെ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ ഉണ്ടാക്കുക എന്നതിനപ്പുറം നമ്മളെ ഇമോഷണലി ആൾക്കാരെ അതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് അരുൺ മാധേശ്വരൻ സിനിമകളൊക്കെ ഞാൻ കാണുന്നത്. ഈ കഥയുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ബംഗാളി റൈറ്റർ ആയിട്ടുള്ള ശരത്ചന്ദ്ര ചട്ടോപാധ്യായയുടെ ഒരു നോവൽ ഉണ്ട്, ദേവദാസ് എന്ന് പറയുന്ന. ആ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടൊക്കെയാണ് ഇതിന്റെ ഒരു കഥയൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ ദേവദാസ് എന്ന് പറയുന്ന നോവലിനെ ബന്ധപ്പെടുത്തി ഇതിനു മുന്നേയും സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. ദേവദാസ് എന്ന് പറയുന്ന ഷാരൂഖ് ഖാന്റെ അടക്കം ചിത്രങ്ങളൊക്കെ ഇതിനു മുന്നേയും വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും DC ഇതിന്റെ വേറൊരു തലം തന്നെ തുറന്നിടുകയാണ് ഈ ഒരു സിനിമയിലൂടെ. ഈ കഥയുടെ ഒരു വൺ ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ദിവസം ഒരു ഫാമിലി ഇങ്ങനെ അവരുടെ കുട്ടിയുടെ പഠന സഹായത്തിന് വേണ്ടിയുള്ള കുറച്ച് പൈസയൊക്കെ സമാഹരിച്ച് അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പോലീസ് ചെക്ക് പോസ്റ്റിൽ ഒരു പോലീസുകാരൻ ഇവരുടെ പൈസ അപകരിച്ചെടുക്കുകയും പിന്നെ ഇവരുടെ ഫാമിലി ദാസിന്റെ സഹായം ചോദിക്കുകയും അങ്ങനെ ദാസ് ഇവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും പിന്നെ ദാസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. ഈ സിനിമയിൽ ലോകേഷ് കനകരാജ് ചെയ്തിരിക്കുന്നത് ദാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഏതറ്റവും വരെ പോകുന്ന ഒരാളാണ് ദാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനീതി കണ്ടാൽ നോക്കി നിൽക്കാൻ പറ്റാത്ത ഒരാൾ, അങ്ങനെ ഒരാളായിട്ടാണ് ഇതിൽ ദാസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രം, പുള്ളിക്കാരിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം സ്വാതന്ത്ര്യത്തിന്റെയും അതുപോലെ തന്നെ അനീതിയുടെയും ഒക്കെ വലിയൊരു കാലഘട്ടത്തിന് ശേഷം ദാസ് എന്ന് പറയുന്ന കഥാപാത്രം അവരുടെ മുന്നിലേക്ക് ഒരു വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ തുറന്നിടുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ സിനിമയിൽ റൊമാൻസ് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി. പല സിനിമയിലും പല ഡയറക്ടേഴ്സിനും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു റൊമാൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അത് കണക്ട് ചെയ്യുക, അത് ആളുകളിലോട്ട്, അത് പ്രേക്ഷകരിലോട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിഷമമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാൽ ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആളുകളിലോട്ട് വളരെ ഓരോ സീനിലും അത് നമ്മളെ വെറുപ്പിക്കാതെ, നമ്മളെ ഒട്ടും മടുപ്പിക്കാതെ അത് കണക്ട് ചെയ്ത് നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് മ്യൂസിക് എന്ന് പറയുന്നത്. ഈ സിനിമയാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു കാര്യമാണ് അനിരുദ്ധിന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. ഒരു കഥ എന്നതിനപ്പുറം ഇതിന്റെ സീൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, ഇതിന്റെ സീൻസ് നമുക്ക് തരുന്ന വിഷ്വൽസ് നമുക്ക് വളരെ ചെറുതായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സിനിമയിലെ റൊമാൻസ് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പല ഡയറക്ടേഴ്സിനും പല റൈറ്റേഴ്സിനും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവരെങ്ങനെ അത് ആ റൊമാൻസ് ബിൽഡ് ചെയ്തു എന്നുള്ളത്. ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോ സീൻ ബൈ സീൻ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെയധികം അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഈ സിനിമ സംഭവിക്കുന്നത് ഒരു 2011 കാലഘട്ടത്തിലൊക്കെയാണെന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലും അത് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സോഷ്യലി അതുപോലെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അത് വളരെയധികം എനിക്ക് തോന്നുന്നു അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഈ സിനിമയുടെ കഥ പറയുക എന്നതിനപ്പുറം ഈ സിനിമയുടെ വിഷ്വൽസ്, ഹൗ ഹി ക്രിയേറ്റഡ് ഓൾ ദ വിഷ്വൽസ് എന്നതിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കാരണം ഓരോ സീൻസും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നില്ല. നമ്മൾ അതിലോട്ട് തന്നെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ കണ്ടിരിക്കുക. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ലോകേഷിന് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ് എങ്ങനെ ഓരോ സീനിലും ഓരോ കഥാപാത്രങ്ങളെയും എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. കാരണം ലോകേഷ് തന്റെ സിനിമയായ ലിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായിട്ടില്ല ആ സിനിമയിൽ ഒരു കഫേ ഫൈറ്റിനിടയ്ക്ക് താൻ എന്തിനാണ് ആ കുട്ടിയെ എവിടെ പ്ലേസ് ചെയ്തത്. അതങ്ങനെ പ്ലേസ് ചെയ്തെങ്കിലാണ് അത് ആളുകളിലോട്ട് കൂടുതൽ ഒരു ഇമോഷണലി കണക്ട് ആവുക എന്ന് ലോകേഷിന് നല്ലപോലെ അറിയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിലും ലോകേഷിന്റെ ഒരു അഡ്വൈസും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ നല്ലൊരു സിനിമയാക്കി മാറ്റാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും അതിന്റെ ഒരു ഷോക്ക് എനിക്ക് ആ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞിട്ടും എനിക്ക് മാറിയിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ ആളുകളും ഈ ഒരു ചിത്രം തിയേറ്ററിൽ പോയിട്ട് കാണുക. എനിക്ക് തോന്നുന്നു ഈ ഒരു ചിത്രം വലിയൊരു വിജയമായി മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുവരെ ബൈ.